ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് ദ മിസ്റ്റീരിയസ് പിക്ചർ. ദ മിസ്റ്റീരിയസ് പിക്ചർ അല്ലെ. അപ്പൊ ഈ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ചാൾസ് ഡി കോസ്റ്റർ എന്ന് പറയുന്ന ഒരു ബെൽജിയൻ എഴുത്തുകാരനാണ്. ഓക്കെ, ബെൽജിയൻകാരനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളൊന്നും വേണ്ട, ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് എക്സാമിന് പ്രൊഫൈൽ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കും, ഇവരുടെ ഹിൻസ് എല്ലാം തന്നിരിക്കും. അപ്പൊ അത് വെച്ചുകൊണ്ട് മാത്രം നമ്മൾ പ്രൊഫൈൽ എഴുതിയാൽ മതി. അപ്പൊ ഇവരുടെ ആരുടെയും ഒരു ഡീറ്റെയിൽസും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാണാതെ പഠിക്കുകയോ അല്ലെങ്കിൽ പഠിച്ചു വെക്കുകയോ ആവശ്യമില്ല. ചാപ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ആരാണെന്ന് മാത്രം അറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ ചാൾസ് ഡി കോസ്റ്റർ. ഓക്കെ, ചാൾസ് ഡി കോസ്റ്റർ ദ ഫാദർ ഓഫ് ബെൽജിയം ലിറ്ററേച്ചർ അല്ലെ. ഇദ്ദേഹം ആരാണ്? ദ ഫാദർ ഓഫ് ബെൽജിയം ലിറ്ററേച്ചർ അല്ലെ. ബെൽജിയം ലിറ്ററേച്ചറിന്റെ എന്താണ് ലിറ്ററേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹിത്യം. ഓക്കെ, അപ്പൊ ബെൽജിയം സാഹിത്യത്തിന്റെ പിതാവ് എന്നാണ് ആരെ അറിയപ്പെടുന്നത്? ചാൾസ് ഡി കോസ്റ്ററിനെ അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥ, അതായത് മാസ്റ്റർ പീസ്. എന്താ മാസ്റ്റർ പീസ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കിനെയാണ് നമ്മൾ മാസ്റ്റർ പീസ് എന്ന് പറയും. ഏറ്റവും ഇമ്പോർട്ടന്റ് വർക്കിനെ നമ്മൾ എന്തെന്ന് പറയും? മാസ്റ്റർ പീസ് എന്ന് പറയും. അപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വർക്കായിട്ടുള്ള ഏത്? ദ ലെജൻഡ് ഓഫ് ടൈൽ യുലെൻസ്പീഗൽ ആൻഡ് ലേം ഗോഡ്സാക്ക് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അപ്പൊ ആ കഥയുടെ കുറച്ച് ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ പീസ് വർക്കായ ദ ലെജൻഡ് ഓഫ് ടൈൽ യുലെൻസ്പീഗൽ ആൻഡ് ലാം ഗോഡ്സാക്ക് എന്ന് പറയുന്ന എന്താണ് കഥയുടെ ഒരു ഭാഗമാണ് നമുക്കിവിടെ മിസ്റ്റീരിയസ് പിക്ചർ എന്ന പേരിൽ പഠിക്കാൻ തന്നിരിക്കുന്നത്. അപ്പൊ എന്താ ഈ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് നമ്മൾ അറിയണം. എന്താണ് പിക്ചർ എന്ന് വെച്ചാൽ നമുക്കറിയാം, ചിത്രം എന്നാണ് അല്ലെ. മിസ്റ്റീരിയസ് പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാലോ എന്താ മിസ്റ്റീരിയസിന്റെ മീനിങ്? മിസ്റ്റീരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. അതായത് എന്താണ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ് അല്ലെ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വസ്തുക്കളെയാണ് നമ്മൾ മിസ്റ്റീരിയസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിന്റെ കറക്റ്റ് മീനിങ് എന്ന് വെച്ചാൽ നിഗൂഢമായത് എന്നാണ്. അപ്പൊ ഒരു നിഗൂഢമായ ചിത്രം അല്ലെ, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ചിത്രം, ആ ചിത്രം എന്നാണ് എന്ത് ഈ കഥയുടെ പേര്. ഓക്കെ, അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് വർക്കായിട്ടുള്ള ദ ലെജൻഡ് ഓഫ് ടൈൽ യുലെൻസ്പീഗൽ ആൻഡ് ലേം ഗോഡ്സാക്ക് എന്ന് പറയുന്ന കഥയുടെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വെച്ച് ടെക്സ്റ്റിലെ വരികൾ നോക്കിയിരിക്കുക, ഓരോ വേർഡ്സും എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ എന്താണ് അതിന്റെ മീനിങ് പറയുമ്പോൾ അത് അടയാളപ്പെടുത്തി വെക്കുക. ഓക്കെ, ടൈൽ in the course of his wanderings from court to court rode to the palace of the Archduke of Battenberg on his donkey. His clothes and appearance attracted everyone's attention. His cap was set smartly on his head and the three bright feathers on it danced in the breeze as he rode. At the main entrance to the palace, the captain of the guards called out to him, "Hey there, you fellow on the donkey, we don't allow any loafers here. You and your donkey already look like skeletons." നോക്കിയേ ഒന്നാമത്തെ പാരഗ്രാഫ്. ടൈൽ അല്ലെ. അപ്പൊ ഇതിലെ കഥാനായകന്റെ പേരാണ് എന്ത്? ടൈൽ അല്ലെ. അപ്പൊ ഒരു കഥയിലെ അല്ലെങ്കിൽ ഒരു നാടകത്തിലെ അല്ലെങ്കിൽ ഒരു സിനിമയിലെ ഏതിലെങ്കിലും ഒരു നായകനെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ നമ്മൾ പറയുന്ന പേരാണ് പ്രോട്ടഗോണിസ്റ്റ്. പ്രോട്ടഗോണിസ്റ്റ്. ഓക്കെ, അപ്പൊ പ്രോട്ടഗോണിസ്റ്റ്, ഇവിടുത്തെ പ്രോട്ടഗോണിസ്റ്റ് ആരാണെന്ന് വെച്ചാൽ ആരാണ്? ടൈലാണ്. അതായത് പ്രധാന കഥാപാത്രം എന്നാണ് പ്രോട്ടഗോണിസ്റ്റിന്റെ മീനിങ്. അപ്പൊ ഇവിടുത്തെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ടൈലാണ്. ടൈൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിങ്സ് ഫ്രം കോർട്ട് ടു കോർട്ട്
കോർട്ടിൽ നിന്ന് കോർട്ടിലേക്ക് വാണ്ടർ ചെയ്യുന്നതിന്റെ ഫലമായി. എന്താ വാണ്ടറിങ്? വാണ്ടറിങ് എന്ന് വെച്ചാൽ അലഞ്ഞു തിരിയൽ എന്നാണ്. ഓക്കെ, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനാണ് നമ്മൾ വാണ്ടറിങ് എന്ന് പറയുന്നത്, അലഞ്ഞു തിരിയുക എന്ന് പറയുന്നതിന് അല്ലേ. അപ്പോഴെന്താണ് ടൈൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിങ് ഫ്രം കോർട്ട് ടു കോർട്ട്, കോർട്ടിൽ നിന്ന് കോർട്ടിലേക്ക്, കൊട്ടാരങ്ങളിൽ നിന്ന് കൊട്ടാരങ്ങളിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിന്റെ ഇടയിൽ റോഡ് ടു ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ഓൺ ഹിസ് ഡോങ്കി. റോഡ് എന്ന് വെച്ചാൽ റൈഡിന്റെ പാസ്റ്റ് ആണ്. റൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ഓടിക്കുക. റോഡ് ഓടിച്ചു അല്ലെ. എന്ത്? റോഡ് ടു ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് അല്ലെ. പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ബാറ്റൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ആർച്ച് ഡ്യൂക്കിന്റെ, എന്താ ആർച്ച് ഡ്യൂക്ക്? ഡ്യൂക്ക് എന്ന് വെച്ചാൽ പ്രഭു എന്നാണ് അർത്ഥം അല്ലെ. അപ്പോ ബാറ്റൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്തെ പ്രഭുവിന്റെ കൊട്ടാരത്തിലേക്ക് ആര്? ടൈൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഡോങ്കിയിൽ വന്നു. അപ്പൊ ഓരോ കൊട്ടാരങ്ങളിൽ നിന്ന് കൊട്ടാരങ്ങളിലേക്ക് പോകലാണ് ഈ ടൈലിന്റെ പണി എന്ന് വെച്ചാൽ. അങ്ങനെ എന്ത് ചെയ്തു? ഒരു ദിവസം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഡോങ്കിയില് എന്ത് ചെയ്തു? ബാറ്റൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ആർച്ച് ഡ്യൂക്ക് എന്ന് വെച്ചാൽ പ്രഭു അല്ലെ, പ്രഭുവിന്റെ പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക് എത്തിച്ചു. ഇനി നോക്കി, ഹിസ് ക്ലോത്ത്സ്, അവന്റെ വസ്ത്രങ്ങളും, ആൻഡ് അപ്പിയറൻസ് അല്ലെ, വേഷവിധാനങ്ങളുമെല്ലാം എന്ത് ചെയ്തു? അട്രാക്റ്റഡ് എവരിയോൺസ് അറ്റൻഷൻ. അട്രാക്ട് ചെയ്തു. അട്രാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ആകർഷിക്കുക അല്ലെ. അട്രാക്റ്റഡ് ആകർഷിച്ചു. എവരിയോൺസ് അറ്റൻഷൻ, എല്ലാവരുടെയും അറ്റൻഷൻ. അറ്റൻഷൻ മീൻസ് ശ്രദ്ധ അല്ലെ. അപ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രവിധാനങ്ങളും അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ക്ലോത്ത്സും അപ്പിയറൻസും അല്ലെ, എല്ലാം തന്നെ എന്ത് ചെയ്തു? അട്രാക്റ്റഡ് എവരിയോൺസ് അറ്റൻഷൻ, എല്ലാവരുടെയും അറ്റൻഷൻ, എല്ലാവരുടെയും ശ്രദ്ധ എന്ത് ചെയ്തു? പിടിച്ചു പറ്റി അല്ലെ. His cap was set smartly on his head. അദ്ദേഹത്തിന്റെ തലയിൽ എന്ത്? വളരെ സ്മാർട്ട് ആയിട്ടൊരു തൊപ്പി വെച്ചിട്ടുണ്ട്. And the three bright feathers on it. ആ തൊപ്പിയിലായിട്ടുള്ളത് 3 bright feathers, 3 തിളങ്ങുന്ന തൂവലുകൾ അല്ലെ, feathers. അതെന്ത് ചെയ്യാണ്? ഇറ്റ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ്. അത് ആ ബ്രീസിൽ, ബ്രീസ് എന്ന് വെച്ചാൽ ഇളം കാറ്റ് അല്ലെ, ആ ഇളം കാറ്റിൽ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു as he rode അല്ലെ. അവൻ ഇങ്ങനെ റൈഡ് ചെയ്യുമ്പോ എന്താണ്, ഇങ്ങനെ കഴുതപ്പുറത്ത് ഇങ്ങനെ വരുമ്പോ ഇളം കാറ്റടിച്ച് ഈ തൂവലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. തിളങ്ങുന്ന 3 തൂവലുകളുള്ള ഒരു തൊപ്പി തലയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാണ്? കാറ്റത്ത് ഇങ്ങനെ ആ തൂവലുകൾ ഇങ്ങനെ ഡാൻസ് ചെയ്യാം. അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ്, പാലസിന്റെ, കൊട്ടാരത്തിന്റെ മെയിൻ എൻട്രൻസിൽ വെച്ച്, മെയിൻ എൻട്രൻസ് എന്ന് വെച്ചാൽ കവാടം, മെയിൻ എൻട്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാലോ പ്രധാന കവാടം അല്ലെ. അപ്പൊ കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിൽ വെച്ച് എന്ത് ചെയ്തു? ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്, ഗാർഡ്സിന്റെ ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ കാവൽക്കാരുടെ തലവൻ അല്ലെ, എന്ത് ചെയ്തു? കോൾഡ് ഔട്ട് ഹിം, അവനെ വിളിച്ചു. എന്താ പറഞ്ഞത്? ഹേയ് ദയാ അല്ലെ, അതാ അവിടെ യു ഫെലോ ഓൺ ദ ഡോങ്കി. ഫെലോ എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യൻ അല്ലെ, ഓൺ ദ ഡോങ്കി അല്ലെ, കഴുതപ്പുറത്തിരിക്കുന്ന മനുഷ്യ എന്ന് വിളിച്ചു. വി ഡോണ്ട് അലൗ എനി ലോഫേഴ്സ് ഹിയർ. വി ഡോണ്ട് അലൗ, നമ്മൾ അലൗ ചെയ്യില്ല. അലൗ എന്ന് വെച്ചാല് അനുവദിക്കുക. വി ഡോണ്ട് അലൗ എന്ന് വെച്ചാലോ അപ്പോ നമ്മൾ അനുവദിക്കില്ല. എനി ലോഫേഴ്സ് ഹിയർ, ഇവിടേക്ക് ലോഫേഴ്സിന്. എന്താ ലോഫേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല്? തെണ്ടികൾ അല്ലെ. നമ്മൾ എന്ത് ചെയ്യില്ല? തെണ്ടികളെ അല്ലെങ്കിൽ ഭിക്ഷക്കാരെ, യാചകന്മാരെ നമ്മൾ എന്ത് ചെയ്യില്ല? ഇങ്ങോട്ട് കയറ്റി വിടില്ല എന്നുള്ളത് അല്ലെ. ഇവിടെ എന്താണ്? യാചകന്മാർക്ക് കയറി വരാനുള്ള സ്ഥലമല്ല. ലോഫേഴ്സ് എന്ന് വെച്ചാൽ ബഗ്. ഓക്കെ, യാചകൻ. യു ആൻഡ് യുവർ ഡോങ്കി, നീയും നിന്റെ ഡോങ്കിയും ഓൾറെഡി എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ തന്നെ. ലുക്ക് ലൈക്ക് സ്കെലിറ്റൻസ്, എന്തുപോലെ കാണപ്പെടുന്നു? സ്കെലിറ്റൻസിനെ പോലെ, അസ്ഥികൂടത്തെ പോലെ ഇരിക്കുന്നു അല്ലെ. അപ്പൊ നീ ഭിക്ഷ യാചിച്ചോ എന്തോ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഈ കൊട്ടാരത്തിനകത്തേക്ക് കയറ്റി വിടില്ല. നീയും നിന്റെ കഴുതയും എന്തുപോലെ കാണപ്പെടുന്നു? സ്കെലിറ്റൻസിനെ പോലെ. സ്കെലിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അസ്ഥികൂടം അല്ലെ. അപ്പൊ അസ്ഥികൂടം പോലെയാണ് നിങ്ങൾ രണ്ടുമിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യില്ല? ഇതിന്റെ അകത്തേക്ക് കയറ്റി വിടില്ല എന്ന് പറഞ്ഞു. അതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. നോക്കി അടുത്ത രണ്ടാമത്തെ പാരഗ്രാഫ്. The captain of the gods was a tall, well-built, red-haired man of about 25.
He was handsomely dressed in his gold braided uniform. Tyre looked at him coolly and then dismounted from his donkey. He bowed low and said, "May God bless you, sir captain. If I look like a skeleton, it is not my fault. I am very hungry. I have come here because I am forced to. If you will be so good as to give me a piece of the gold coat that you wear on your coat, I will go and hang myself by the teeth on that large leg of mutton that I see hanging in that butcher's shop." Okay. The captain of the gods. അല്ലെ, ഇനി ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിനെ കുറിച്ചാണ്, ഗാർഡ്സിന്റെ ക്യാപ്റ്റനെ കുറിച്ച് അല്ലെ, എന്താണ് കാവൽക്കാരുടെ നേതാവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗോഡ്സ് വാസ് എ, എങ്ങനെയുള്ള ആളായിരുന്നു? വാസ് എ ടോൾ, നല്ല ഉയരമുള്ള, വെൽ ബിൽറ്റ്. എന്താ വെൽ ബിൽറ്റ് എന്ന് വെച്ചാൽ ആരോഗ്യവാൻ എന്നാണ് കേട്ടോ. അപ്പൊ നല്ല ഉയരമുള്ള ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ആരെന്ന് വെച്ചാല് ക്യാപ്റ്റൻ ഓഫ് ദ ഗോഡ്സ്. റെഡ് ഹെയർഡ് മാൻ ഓഫ് അബൌട്ട് 25. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുടി എന്താണ്? റെഡ് ഹെയർഡ് ആണ് അല്ലെ, ചുവന്ന മുടികളുള്ള മാൻ ഓഫ് 25, 25 വയസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. അപ്പൊ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സിന്റെ പ്രത്യേകത എന്താണ്? ഹി വാസ് ടോൾ അല്ലെ, ഉയരമുണ്ടായിരുന്നു, വെൽ ബിൽറ്റ് ആരോഗ്യവാനായിരുന്നു, റെഡ് ഹെയർഡ് അല്ലെ, ചുവന്ന തലമുടികളായിരുന്നു, അതുപോലെ തന്നെ എന്തായിരുന്നു? 25 years ആയിരുന്നു അല്ലെ, 25 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. He was handsomely dressed. Handsome എന്ന് വെച്ചാൽ മനോഹരം എന്നാണ് അർത്ഥം അല്ലെ. He was handsomely dressed. അവൻ വളരെ മനോഹരമായ വസ്ത്രം ധരിച്ചിരുന്നു. എന്താണ്? In his gold braided uniform. Gold braided എന്ന് വെച്ചാൽ സ്വർണ്ണ പതക്കങ്ങൾ പതിപ്പിച്ച യൂണിഫോം വളരെ മനോഹരമായവൻ ധരിച്ചിരുന്നു. ടൈൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂളി അല്ലെ, ടൈൽ വളരെ കൂളായിട്ട് വളരെ സമാധാനത്തോടു കൂടി എന്ത് ചെയ്തു? അവനെ നോക്കി, ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിനെ നോക്കി. ആൻഡ് ദെൻ എന്നിട്ട് ഡിസ്മൗണ്ട്. എന്താ ഡിസ്മൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്? ഡിസ്മൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറങ്ങുക, മൗണ്ട് കയറുക, ഡിസ്മൗണ്ട് ഇറങ്ങുക അല്ലെ. ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി അല്ലെ, അവന്റെ ഡോങ്കിയുടെ പുറത്തു നിന്നും, അവന്റെ കഴുതയുടെ പുറത്തു നിന്നും ഡിസ്മൗണ്ട് ചെയ്തു എന്ന് വെച്ചാൽ ഇറങ്ങി എന്നാണ് അല്ലെ. അപ്പൊ ടൈൽ കഴുതപ്പുറത്ത് നിന്നും ഇറങ്ങി. He bowed low. എന്നിട്ടോ ബോ ചെയ്തു. ബോ ചെയ്യുക എന്ന് വെച്ചാൽ വണങ്ങുക. ലോ അല്ലെ, താണു വണങ്ങി എന്ന് പറയും. അവൻ എന്ത് ചെയ്തു? താണു വണങ്ങി. ആൻസെഡ് എന്നിട്ട് പറഞ്ഞു എന്താണ്? മേ ഗോഡ് ബ്ലെസ് യു സർ ക്യാപ്റ്റൻ. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർ ക്യാപ്റ്റൻ. If I look like a skeleton, if I look like a skeleton, ഞാനൊരു സ്കെലിറ്റനെ പോലെ, അസ്ഥികൂടത്തെ പോലെ കാണപ്പെടുന്നുവെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. അത് എന്റെ ഫോൾട്ട് അല്ല. ഫോൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? തെറ്റ് അല്ലെ. അപ്പൊ ഞാനൊരു അസ്ഥികൂടത്തെ പോലെ ഇരിക്കുന്നെങ്കിൽ, ഒരു സ്കെലിറ്റൻ പോലെ ഇരിക്കുന്നുവെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. അത് എന്റെ ഫോൾട്ട് അല്ല, അത് എന്റെ തെറ്റല്ല. I am very hungry. ഞാൻ എങ്ങനെയാണ്? I am very hungry അല്ലെ, ഞാൻ വളരെ ഹംഗ്രിയാണ്, വളരെ വിശന്നിരിക്കുകയാണ് അല്ലെ. I have come here. ഞാൻ ഇവിടേക്ക് വന്നു. Because I am forced to. കാരണം എനിക്കിവിടെ വരേണ്ടതായി വന്നു അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്കിവിടെ വരേണ്ടി വന്നത് കൊണ്ടാണ്. എനിക്ക് കുറച്ച് ആഹാരം കഴിക്കാൻ വേണ്ടി ആണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ വളരെ വിശന്നിരിക്കുകയാണ് അല്ലെ. അതുകൊണ്ടാണ് എന്താണ് ഞാൻ ഇങ്ങനെ സ്കെലിറ്റൻ പോലെ ഇരിക്കുന്നത്. എന്റെ കുറ്റം അല്ല. ഞാൻ ഇവിടേക്ക് വന്നത് എനിക്ക് ഇവിടേക്ക് വരേണ്ടി വന്നത് കൊണ്ടാണ് അല്ലെ. ഞാൻ ഫോഴ്സ് ചെയ്യപ്പെട്ടു, നിർബന്ധിക്കപ്പെട്ടു, ഇവിടേക്ക് വരാൻ നിർബന്ധിതനായി. If you will be so good, നിങ്ങൾ വളരെ നല്ലവനാണെങ്കിൽ, you will be so good, വളരെ നല്ലവനാണെങ്കിൽ, എത്രത്തോളം നല്ലവൻ? As to give me a piece of the gold cord that you wear on your coat അല്ലെ. As to give me a piece of gold cord, ആ സ്വർണ്ണ പതക്കം അല്ലെ, ആ സ്വർണ്ണ പതക്കത്തിന്റെ ഒരു പീസ് of gold cord that you wear on your coat, നിങ്ങളുടെ കോട്ടിൽ ധരിച്ചിരിക്കുന്ന ആ സ്വർണ്ണ പതക്കത്തിന്റെ ഒരു കഷ്ണം എനിക്ക് തരാൻ മാത്രം നിങ്ങൾ നല്ലവരാണെങ്കിൽ I will go, ഞാൻ പോകാം, and hang myself by the teeth on that large leg of mutton അല്ലെ, that I see hanging in the butcher's shop.
അല്ലെ. അപ്പൊ ബച്ചർ ഷോപ്പ് എന്താ ബച്ചർ എന്ന് വെച്ചാല് ഇറച്ചി വെട്ടുകാരൻ. അപ്പൊ ഇറച്ചി വെട്ടുകാരന്റെ കടയിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട ആ ലാർജ് ലെഗ് ഓഫ് മട്ടൺ ഞാൻ പോയി എന്ത് ചെയ്യാം, കടിച്ചെടുക്കാം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത്രയും നല്ലവരാണെങ്കിൽ നിങ്ങളുടെ യൂണിഫോമിൽ ഇരിക്കുന്ന സ്വർണ്ണ പതക്കത്തിന്റെ ഒരു കഷ്ണം നിങ്ങൾ എനിക്ക് തരാൻ അത്രയും നല്ലവനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പോയ ആ ബച്ചർ ഷോപ്പിൽ നിന്ന് ആ ഇറച്ചി വെട്ടുകാരിൽ നിന്ന് കുറച്ച് മട്ടന്റെ ലെഗ് അല്ലെ, എന്താണ് മട്ടന്റെ ലെഗ് മേടിച്ച് തിന്നാമെന്ന് പറഞ്ഞു. The captain was playing a game of chess with another officer. He looked curiously at Tay. Where do you come from? He asked. From Flanders, replied Tay. What do you want? I should like to show His Highness the Archduke one of my paintings. I am a painter. Well, if you are a painter and if you come from Flanders, you may come in, said the captain, somewhat impressed. Okay. The captain was playing a game of chess with another officer. അപ്പൊ ഈ ക്യാപ്റ്റൻ എന്ത് ചെയ്യായിരുന്നു? He was playing a game of chess, അല്ലെ, ചെസ് കളിക്കായിരുന്നു with another officer. മറ്റൊരു ഓഫീസറുമായി ചേർന്ന് ചെസ് കളിക്കുകയായിരുന്നു ഈ ക്യാപ്റ്റൻ. He looked curiously at Tay. അപ്പൊ ടൈലിന്റെ ഈ സംഭാഷണം കേട്ടപ്പോൾ വളരെ ക്യൂരിയസ് ആയിട്ട്, വളരെ ആകാംക്ഷയോട് കൂടി എന്ത് ചെയ്തു, അദ്ദേഹം ടൈലിൽ നിന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, Where do you come from? നീ എവിടെ നിന്നാണ് വരുന്നത്? From Flanders, replied Tay. അപ്പൊ ടൈൽ എന്താ മറുപടി പറഞ്ഞത്? From Flanders. ഫ്ലാൻഡേഴ്സിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് ഞാൻ വരുന്നത്. ടൈൽ മറുപടി പറഞ്ഞു. What do you want? എന്ത് വേണം എന്ന് ക്യാപ്റ്റൻ ചോദിച്ചു. നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. I should like to show His Highness the Archduke one of my paintings. I am a painter. I should like to show. എനിക്ക് കാണിക്കാൻ താല്പര്യമുണ്ട്. എന്താണ്? One of my paintings, അല്ലെ, എന്റെ ചിത്രങ്ങളിൽ ഒരെണ്ണം to the Archduke. ആർച്ച്ഡ്യൂക്കിനെ, പ്രഭുവിനെ എന്റെ ചിത്രങ്ങളിൽ ഒരെണ്ണം കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. I am a painter. ഞാൻ ആരാണ്? ഒരു പെയിന്റർ ആണ്. Well, എന്ത് തന്നെ ആയാലും, if you are a painter, നീ ഒരു പെയിന്റർ ആണെങ്കിൽ, and if you come from Flanders, നീ ഫ്ലാൻഡേഴ്സിൽ നിന്നുമാണ് വരുന്നതെങ്കിൽ, you may come in, നിനക്ക് അകത്തേക്ക് വരാം, said the captain, somewhat impressed. അല്ലെ, ക്യാപ്റ്റൻ എങ്ങനെയാണ് പറഞ്ഞത്? somewhat impressed, കുറച്ച് ഇംപ്രസ്ഡ് ആയിട്ടാണ് അല്ലെ, ഇയാളിൽ കുറച്ച് താല്പര്യം കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നീ എന്താണെങ്കിൽ, നീ ഫ്ലാൻഡേഴ്സിൽ നിന്ന് വരികയാണെങ്കിൽ, നീ ഒരു പെയിന്റർ ആണെങ്കിൽ നിനക്ക് ഉറപ്പായും അകത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അതാണ് 3 പാരഗ്രാഫുകൾ അല്ലെ. അപ്പോൾ ഈ 3 പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ല? ആരും ഡൗട്ട് ഒന്നും ചോദിച്ചു കണ്ടില്ല ഇതുവരെയ്ക്ക്? ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യണം? മെസ്സേജ് ചെയ്യണം കേട്ടോ. വേർഡിന്റെ മീനിങ് ഏതെങ്കിലും ഒക്കെ ഡൗട്ട് വന്നു കഴിഞ്ഞാലൊക്കെ. The captain knew that Flemish painters and their pictures were in great demand all over Europe. Tay was presented to the Archduke. He saluted the Archduke 3 times and stood before him with his head bowed. May your Highness pardon me for my rashness in thinking that one of my paintings will please your Highness. I have brought a picture of a lady, the Virgin, in her royal robes. I have painted it specially so that I might lay at your noble feet. Tay paused a few moments for his words to sink in. Then he continued, You must forgive me, your Highness, if I have dared to hope that this picture will please you. Perhaps your Highness might wish to offer me the chair of your court painter who died recently. I can see the empty velvet chair waiting to be filled. സിംഗ് പറഞ്ഞു വരുമ്പോ പറയാവേ. നോക്കേ, the captain knew, ക്യാപ്റ്റന് അറിയാമായിരുന്നു അല്ലെ, that Flemish painters എന്ന് വെച്ചാൽ
ഫ്ലാൻഡേഴ്സിൽ നിന്നുള്ള പെയിന്റേഴ്സും ആൻഡ് ദെയർ പിക്ചേഴ്സ്, അതുപോലെ തന്നെ എന്താണ് അവരുടെ ചിത്രങ്ങളും വേറും ഗ്രേറ്റ് ഡിമാൻഡ്സ് ഓൾ ഓവർ യൂറോപ്പ്, യൂറോപ്പിലുടനീളം അല്ലെ എന്താണ് ഗ്രേറ്റ് ഡിമാൻഡ്, വളരെയധികം ഡിമാൻഡ് ഉള്ളവയായിരുന്നു, ആവശ്യമുള്ളവയായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് ഫ്ലെമിഷ് പെയിന്റേഴ്സും അതുപോലെ തന്നെ എന്താണ് അവരുടെ പെയിന്റിങ്സും യൂറോപ്പിലുടനീളം ആവശ്യമുള്ളവരാണ്. ടൈൽ വാസ് പ്രസന്റഡ് ടു ദ ആർച്ച് ഡ്യൂക്ക്. അവൻ എന്ത് ചെയ്തു? ടൈലിനെ ആർച്ച് ഡ്യൂക്കിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തു അല്ലെ, ആർച്ച് ഡ്യൂക്കിന്റെ മുന്നിൽ കൊണ്ട് കാണിച്ചു. He saluted, അവൻ എന്ത് ചെയ്തു? സല്യൂട്ട് ചെയ്തു, വണങ്ങി. The Archduke 3 times, 3 തവണ ടൈൽ എന്ത് ചെയ്തു? ആർച്ച് ഡ്യൂക്കിനെ സല്യൂട്ട് ചെയ്തു. And stood before him with his head bowed. എന്നിട്ടോ stood before him, അയാൾക്ക് മുന്നിൽ നിന്നു, ആർച്ച് ഡ്യൂക്കിന് മുന്നിൽ നിന്നു. With his head bowed, അല്ലെ ഹെഡ് ബോ ചെയ്തുകൊണ്ട്, തല കുനിച്ചുകൊണ്ട്, വളരെ എന്താണ് പൊളൈറ്റ് ആയിട്ട്, വളരെ മര്യാദക്കാരനായി, വളരെ വിനയത്തോടു കൂടി എന്ത് ചെയ്തു? ടൈൽ അവന്റെ മുന്നിൽ, ആർച്ച് ഡ്യൂക്കിന് മുന്നിൽ. എന്നിട്ട് പറയാം, മേ യുവർ ഹൈനസ് പാർഡൺ മീ, മേ യുവർ ഹൈനസ് പാർഡൺ മീ. പാർഡൺ എന്ന് വെച്ചാൽ എന്താണ്? ക്ഷമിക്കൂ എന്നാണ് അർത്ഥം കേട്ടോ. പാർഡൺ മീ, എന്നോട് ക്ഷമിക്കൂ. എന്താണ്? ഫോർ മൈ റാഷ്നസ്, എന്റെ ഈ റാഷ്നസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? തിടുക്കം അല്ലെ, തിടുക്കം. അപ്പൊ എന്റെ ഈ റാഷ്നസിൽ, എന്റെ ഈ തിടുക്കത്തിൽ നിങ്ങൾ എന്നോട് ക്ഷമിച്ചാലും. എന്തായിരുന്നു തിടുക്കം? In thinking that one of my paintings will please your highness. One of my paintings, എന്റെ പെയിന്റിങ്സിൽ ഒരെണ്ണം will please your highness, അല്ലെ your highnessനെ, രാജാവിനെ പ്ലീസ് ചെയ്യുമെന്ന്, സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ കരുതി. ആ തിടുക്കത്തിന് എന്നോട് ക്ഷമിച്ചാലും അല്ലെ. അപ്പൊ എന്താണ്? നിങ്ങള് എന്റെ ഒരു ചിത്രം നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കുമെന്ന് ഞാൻ പെട്ടെന്ന് കരുതിപ്പോയി. ആ കരുതലിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന്. എന്നിട്ട് പറഞ്ഞു, ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രിങ്ങിന്റെ പാസ്റ്റ് ആണ് ബ്രോട്ട്. ഓക്കെ, ബ്രിങ് എന്ന് വെച്ചാൽ കൊണ്ടുവരിക, ബ്രോട്ട് കൊണ്ടുവന്നു. ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ, ഞാൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? എ പിക്ചർ ഓഫ് എ ലേഡി, ഒരു നമ്മുടെ ലേഡിയുടെ. ആരാണ് ലേഡി? ദ വെർജിൻ. വെർജിൻ എന്ന് വെച്ചാൽ ആരാ? വെർജിൻ ലേഡി എന്ന് വെച്ചാൽ കന്യാമറിയമാണ് കേട്ടോ. അപ്പൊ കന്യാമറിയത്തിന്റെ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻ ഹർ റോയൽ റോബ്സ്. എങ്ങനെയാണ്? അവരുടെ റോയൽ റോബ്സിൽ. റോയൽ എന്ന് വെച്ചാൽ എന്താണ്? രാജകീയം. റോബ്സ് എന്ന് വെച്ചാൽ വസ്ത്രം അല്ലെ. അപ്പൊ രാജകീയമായ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്ന കന്യാമറിയത്തിന്റെ ചിത്രം ഞാൻ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. I have painted it so special, അല്ലെ. I have painted it special. ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ട് പ്രത്യേകമായി വരച്ചതാണ് ഈ ചിത്രം. So that I might lay it at your feet, noble feet. നിങ്ങളുടെ നോബിൾ ഫീറ്റിൽ, മഹത്തായ ഫീറ്റിൽ, എന്താണ് പാദങ്ങളിൽ ഞാൻ ഈ പെയിന്റിങ്സ് വെക്കുന്നു, ഞാനിത് സമർപ്പിക്കുന്നു അല്ലെ. ഞാനിപ്പോ വളരെ പ്രത്യേകമായി വരച്ചതാണ് എന്ത്? ഈ ചിത്രം. ആ ചിത്രം ഞാൻ നിങ്ങളുടെ ഫീറ്റിൽ അല്ലെ, നിങ്ങളുടെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുന്നു, അർപ്പിക്കുന്നു. Tile paused a few moments for his words to sink in. അല്ലെ, Tile paused for a few moments. Tile കുറച്ചു നേരം എന്ത് ചെയ്തു? പോസ് ചെയ്തു. പോസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നിർത്തുക എന്നാണ് അല്ലെ. സംസാരിക്കുന്നത് നിർത്തുക. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ. അവന്റെ വേർഡ്സ് എന്ത് ചെയ്യണം? ഒന്ന് സിങ്ക് ആവണം, അവിടെ ഒന്ന് ലയിക്കണം. സിങ്ക് ചെയ്യാന്ന് വെച്ചാൽ ലയിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് അവിടെ കലരുക എന്നൊക്കെയാണ്. അതായത് ഈ വേർഡ്സ് എല്ലാം രാജാവിന് മനസ്സിലാകുന്നുണ്ടോ, രാജാവിന് അതിനോടുള്ള റെസ്പോൺസ് എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? കുറച്ചു നേരം ഒന്ന് നിർത്തി അല്ലെ. ആ വേർഡ്സ് അവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ്, ഇവന്റെ സംസാരം അവിടെ എന്ത് തരം ഇംപ്രഷൻ ആണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടൈലൊന്നും നിർത്തി. എന്നിട്ട് വീണ്ടും then he continued. വീണ്ടും അവൻ പറഞ്ഞു, you must forgive me, അല്ലെ, your highness, you must forgive me. നിങ്ങൾ എന്നോട് forgive ചെയ്യണം. forgive ചെയ്യുക, ക്ഷമിക്കുക അല്ലെ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ പൊറുക്കണം, മാപ്പ് ആക്കണം അല്ലെ. എന്താണ്? if I have dared to hope, ഞാൻ ഡെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ, to hope അല്ലെ, എന്ത് പ്രതീക്ഷയ്ക്കുള്ള, that this picture will please you, ഈ ചിത്രം നിങ്ങളെ പ്ലീസ് ചെയ്യും, നിങ്ങളെ സന്തോഷിപ്പിക്കും എന്നുള്ളൊരു ധൈര്യം ഞാൻ കാണിച്ചു അല്ലെ. അങ്ങനെ ഒരു പ്രതീക്ഷ ഞാൻ വെച്ചു. അത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. Perhaps, ഒരു പക്ഷേ, your highness might wish to offer me the chair, അല്ലെ. Perhaps എന്ന് വെച്ചാൽ എന്താണ്? ഒരു പക്ഷേ.
perhaps ഒരു പക്ഷേ your highness means രാജാവ് അല്ലെ might wish to offer me ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം ആഗ്രഹിച്ചേക്കാം അല്ലെ വിഷ് ചെയ്തേക്കാം ആഗ്രഹിച്ചേക്കാം to offer me the chair of your court painter അല്ലെ നിങ്ങളുടെ കോട്ട് പെയിന്ററിന്റെ ചെയർ നിങ്ങളുടെ രാജകീയ ചിത്രകാരന്റെ അല്ലെ നിങ്ങളുടെ കൊട്ടാരൻ ചിത്രകാരന്റെ എന്താണ് ചെയർ അല്ലെ കസേര എനിക്ക് ഒരു പക്ഷേ ഓഫർ ചെയ്തേക്കാം who died recently അല്ലെ അടുത്തിടെയായി നിങ്ങളുടെ കൊട്ടാരം പെയിന്റർ മരിച്ചുപോയല്ലോ അപ്പൊ ആ ചെയർ എന്ത് ചെയ്യാണ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഒരുപക്ഷെ ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്നെ എന്ത് ചെയ്തേക്കാം ഇവിടുത്തെ കോട്ട് പെയിന്റർ ആക്കിയേക്കാമെന്ന് ഞാൻ കരുതിപ്പോയി അതിന് നിങ്ങൾ എന്നോട് ക്ഷമിച്ചാലും എന്ന് പറഞ്ഞു അല്ലെ എന്നിട്ട് പറയാണ് എന്താണ് I can see the empty velvet chair waiting to be filled. I can see എനിക്ക് കാണാൻ സാധിക്കും the empty velvet chair ആ ശൂന്യമായ velvet chair velvet കൊണ്ട് നിർമ്മിച്ച ആ കസേര waiting to be filled അല്ലെ എന്താണ് ആരെങ്കിലും വന്നിരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കും അല്ലെ അപ്പൊ ആ കസേര ഇപ്പൊ ശൂന്യമാണ് ആ കസേര കാത്തിരിക്കുകയാണ് ആരെങ്കിലും ഒരാൾ ഇവിടെ വന്നിരിക്കുക അപ്പൊ കോട്ട് പെയിന്റർ മരിച്ചുപോയി അപ്പൊ കോട്ട് പെയിന്ററിന്റെ കസേര ഇപ്പൊ ഒഴിവാണ് ആ കസേരയിൽ ആരെങ്കിലും വന്നിരിക്കാൻ വേണ്ടി ആ കസേര കാത്തിരിക്കുകയാണ് അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ഈ ചിത്രം കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഒരുപക്ഷെ എന്താക്കിയേക്കാം എന്നെ ഈ കോട്ട് പെയിന്റർ ആക്കിയേക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് എന്ത് ചെയ്യുക ഫർഗീവ് ചെയ്യുക ക്ഷമിക്കുക ഓർക്കുക മാപ്പാക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ടൈലൻ രാജാവിന്റെ മുന്നിൽ അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലേ ടൈലൻ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് ഇവിടേക്ക് വരുന്നത് ടൈലർ മനസ്സിലാക്കിയിരിക്കുന്ന എന്താണ് ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിന്റെ കൊട്ടാരത്തിലെ കോട്ട് പെയിന്റർ എന്ത് ചെയ്തിരിക്കുകയാണ് മരിച്ചു പോയിരിക്കുക അപ്പോ നല്ലൊരു ചിത്രം കൊണ്ടുവന്ന് രാജാവിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ രാജാവിനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ത് ചെയ്യാം രാജാവ് ടൈലിനെ കോട്ട് പെയിന്റർ ആക്കിയേക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ടൈൽ എവിടേക്ക് വരുന്നത് ഈ കൊട്ടാരത്തിലേക്ക് വരും ഇനി അദ്ദേഹത്തിന്റെ ചിത്രത്തെ കുറിച്ച് പറയാം The Virgin's picture was a splendid painting, and the Archduke made up his mind at once. He embraced and kissed him on both cheeks. He said, I shall be delighted to make you my court painter. He directed him to the chair and made him sit on it. Well, my dear fellow, he said, you do have a tongue in your head and you certainly seem to know how to use it. You are a very top-talking fellow, aren't you? The Virgin's picture അല്ലെ ആ കന്യാമറിയത്തിന്റെ ചിത്രം എന്ന് പറഞ്ഞാൽ വാസ് എ സ്പ്ലെൻഡിഡ് പെയിന്റിംഗ് സ്പ്ലെൻഡിഡ് എന്ന് വെച്ചാൽ എന്താണ് മനോഹരമായത് അതിമനോഹരമായത് അല്ലെ അതിമനോഹരമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ആൻഡ് ദ ആർച്ച് ഡ്യൂക്ക് മേഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ് അല്ലെ അത് കണ്ടപ്പോൾ തന്നെ ആർച്ച് ഡ്യൂക്കിന് എന്തായി സന്തോഷമായി He embraced and kissed him on both cheeks. He embraced എന്ന് വെച്ചാൽ എന്താണ് ഹഗ് ആണ് അല്ലെ എന്താണ് കെട്ടിപ്പിടിക്കുക ആലിംഗനം ചെയ്യുക He embraced him അദ്ദേഹം അവനെ കെട്ടിപ്പിടിച്ചു and kissed on his both cheeks അവന്റെ രണ്ട് കവിളുകളിലും എന്ത് ചെയ്തു കിസ് ചെയ്തു സ്പ്ലെൻഡിഡ് എന്ന് വെച്ചാൽ മനോഹരമായത് ഗണപതി ഓക്കെ സ്പ്ലെൻഡിഡ് എന്ന് വെച്ചാൽ മനോഹരമായി ക്വസ്റ്റ്യൻസ് എഴുതേണ്ടി വരും ഞാൻ പറഞ്ഞുതരാം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എഴുതാനുള്ളതെന്ന് ക്ലാസ് തീരാറാകുമ്പോൾ പറഞ്ഞുതരാം ഈ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതണം അല്ലാത്ത നോട്ട്സ് നമ്മൾ ഇവിടെ നിന്ന് എഴുതി അയച്ചു തരും അത് നിങ്ങൾ എഴുതിയെടുക്കാം ഓക്കെ അപ്പൊ എന്താ he embraced and kissed him both his cheeks അല്ലെ അവന്റെ രണ്ട് കവിളുകളിലും എന്ത് ചെയ്തു കിസ് ചെയ്തു എന്നിട്ടോ he said അയാൾ പറഞ്ഞു I shall be delighted ഞാൻ വളരെ ഡിലൈറ്റഡ് ആണ് ഡിലൈറ്റഡ് എന്ന് വെച്ചാൽ എന്താണ് സന്തോഷവാനാണ് to make you my court painter അല്ലെ നിങ്ങളെ എന്റെ കൊട്ടാരം ചിത്രകാരനാക്കുന്നതിൽ നിങ്ങളെ എന്റെ കോട്ട് പെയിന്റർ ആക്കുന്നതിൽ I am delighted ഞാൻ സന്തോഷവാനാണ് എന്നിട്ട് പറയാം He directed him to the chair and made him sit on it അല്ലെ He directed him to the chair അല്ലെ അയാളിനെ എന്ത് ചെയ്തു ഈ ആർച്ച് ഡ്യൂക്കിനെ എന്ത് ചെയ്തു ഇയാളെ ഡിറക്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ നയിച്ചു ടു ദ ചെയർ അല്ലെ ആ കസേരയിലേക്ക് നയിച്ചു ആൻഡ് മേഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ് എന്നിട്ട് അവിടെ പിടിച്ച് ടങ് നാക്കറിയില്ലേ ടങ് എന്നിട്ട് പറയാം വെൽ മൈ ഡിയർ ഫെലോ എന്തായാലും മൈ ഡിയർ ഫെലോ യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹേർട്ട് യു ഹാവ് എ ടങ് ഇൻ യുവർ ഹേർട്ട്
നിനക്ക് എന്തുണ്ട്? യു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് എന്ന് വെച്ചാൽ തലയിൽ നാക്കുണ്ടെന്നാണ്. എന്താ അതിന്റെ മീനിങ്? ടങ് ഇൻ യുവർ ഹെഡ് എന്ന് വെച്ചാൽ തലയിൽ നാക്കുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താണ്? തല കൊണ്ട് സംസാരിക്കുന്നു, അതായത് ബുദ്ധിപൂർവ്വം സംസാരിക്കാൻ ഉള്ള കഴിവുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടങ് ഇൻ യുവർ ഹെഡ് എന്ന് വെച്ചാൽ എന്താണ്? കൃത്യമായി ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്നതിനാണ് നമ്മൾ ടങ് ഇൻ യുവർ ഹെഡ് ഓക്കെ എന്ന് പറയും. അപ്പൊ യു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് എന്ന് വെച്ചാൽ നിനക്ക് നന്നായി എന്ത് ചെയ്യാൻ സംസാരിക്കാൻ അറിയാം, അതായത് ആലോചിച്ച് ചിന്തിച്ച് ബുദ്ധിപൂർവ്വം സംസാരിക്കാൻ അറിയാം എന്ന് ആണ് പറയുന്നത്. certainly എന്ന് വെച്ചാൽ തീർച്ചയായും എന്നാണ്. certainly. അപ്പൊ യു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് ആൻഡ് certainly you certainly seem to know how to use it. അല്ലെ, നിനക്ക് തീർച്ചയായും അറിയാം how to use it, അതെങ്ങനെ ഉപയോഗിക്കണം അല്ലെ. അപ്പോ എന്താണ് നിനക്കൊരു നാക്കുള്ളത്, അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിനക്ക് കൃത്യമായി അറിയാം. യു ആർ എ വെരി ടോക്കാക്റ്റീവ് ഫെലോ, aren't you? നീ വളരെ ടോക്കാക്റ്റീവ് ആണ്, സംസാരപ്രിയൻ അല്ലെ. ടോക്കാക്റ്റീവ് എന്ന് വെച്ചാൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെ. അപ്പൊ നീ വളരെ ടോക്കാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫെലോ ആണല്ലേ എന്ന് അല്ലെ. പറയാണ് നിനക്ക് വളരെ ബുദ്ധിപൂർവ്വം സംസാരിക്കാൻ അറിയാം, നിനക്ക് നിന്റെ നാക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാം, നീ വളരെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലേ എന്ന് ആര് ചോദിച്ചു? രാജാവ് ചോദിച്ചു. Your Highness, may it please you to remember me and my donkey for just one more minute. Time replied. My donkey has been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside. But I have had nothing to eat for the past 3 days. My stomach has been complaining very loudly. Perhaps Your Highness can even hear it now. I have been feeding myself with the dreams of good food and drink at your royal table. Your Highness, Rajave. Feeding പറയാം, റോയൽ ടേബിളും പറയാം കേട്ടോ. അത് വരുമ്പോൾ അത് പറയാം. റോയൽ ടേബിൾ എന്ന് വെച്ചാൽ രാജകീയമായ മേശ, ഫീഡിംഗ് എന്ന് വെച്ചാൽ ആഹാരം കഴിക്കുക. ഓക്കെ, അതിലേക്ക് എത്തുമ്പോൾ പറയാം. Your Highness, രാജാവേ, മേ ഇറ്റ് പ്ലീസ് യു, ഇത് നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ, ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി ഫോർ ജസ്റ്റ് വൺ മോർ മിനിറ്റ്. ഒരു നിമിഷത്തേക്ക് ഞാൻ നിങ്ങളെ എന്നെ കുറിച്ചും എന്റെ ഡോങ്കിയെ കുറിച്ചും ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, അത് നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു അല്ലെ. അപ്പൊ രാജാവേ, എനിക്ക് എന്താണ് നിങ്ങളോട് എന്നെ കുറിച്ചും എന്റെ ഡോങ്കിയെ കുറിച്ചും ഒരു കാര്യം പറയാനുണ്ട്, അത് നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. മൈ ഡോങ്കി ജഫ് അല്ലെ, ഡോങ്കിയുടെ പേര് ജഫ് എന്നാണ്. My donkey has been feeding himself അല്ലെ. എന്റെ ഡോങ്കി എന്തിയായിരുന്നു, എന്റെ കഴുത എന്തിയായിരുന്നു? has been feeding, ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, ആഹാരം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. fairly well എന്ന് വെച്ചാൽ വളരെ നന്നായി അല്ലെ. അപ്പൊ എന്റെ ഡോങ്കി വളരെ നന്നായി ആഹാരം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. along the way on the thorns in the hedges and the grass on the roadside. എന്താണ് along the way അല്ലെ, വരുന്ന വഴി. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എന്റെ ഡോങ്കി വളരെ നന്നായി എന്ത് ചെയ്യായിരുന്നു? ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് അത് കഴിച്ചത്? ദ തോൺസ് ഇൻ ദ ഹെഡ്ജസ്, ഹെഡ്ജസിലെ തോൺസ് എന്ന് വെച്ചാൽ കുറ്റിച്ചെടികൾക്കിടയിലുള്ള തോൺസ്, മുള്ളുകളും, അതുപോലെ തന്നെ ഗ്രാസ് ഓൺ ദ റോഡ് സൈഡിൽ കിടക്കുന്ന പുല്ലുകളും ഒക്കെ ഈ ഡോങ്കി എന്ത് ചെയ്തു? ആവശ്യം പോലെ കഴിച്ചുകൊണ്ടാണ്. But I have had nothing to eat for the past 3 days. But I have had nothing to eat. പക്ഷേ I have had nothing to eat. എനിക്ക് കഴിക്കാൻ വേണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഡിറക്റ്റഡ് എന്ന് വെച്ചാൽ നയിച്ചു, തോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളുകൾ. ഓക്കെ, തോൺസ് ഇൻ ദ ഹെഡ്ജസ് എന്നാണ് പറയുന്നത്. ഹെഡ്ജസ് എന്ന് വെച്ചാൽ കുറ്റിച്ചെടികളാണ്. ആ കുറ്റിച്ചെടികൾക്കിടയിൽ കിടക്കുന്ന തോൺസും അതുപോലെ തന്നെ റോഡ് സൈഡിൽ കിടക്കുന്ന പുല്ലുകളും ഒക്കെ ആര് കഴിച്ചിരുന്നു? ഈ ഡോങ്കി കഴിച്ചിരുന്നു. ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days അല്ലെ. പക്ഷേ പാസ്റ്റ് 3 days ആയിട്ട്, കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ്, എനിക്ക് കഴിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. My stomach has been complaining very loudly. My stomach, എന്റെ വയറെന്തിയാണ്? has been complaining, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. വെരി ലൗഡ്ലി, വളരെ ഉച്ചത്തിൽ അല്ലെ. അപ്പൊ എന്റെ എന്താണ് വയറിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വളരെ ഉച്ചത്തിൽ എന്റെ വയറെന്ത് ചെയ്യാണ്? പരാതി പറയുകയാണ്, ആഹാരം ഒന്നും കിട്ടുന്നില്ലല്ലോ അല്ലെ. Perhaps Your Highness can even hear it now. ഒരുപക്ഷെ രാജാവിന് പോലും ആ പരാതി ഇപ്പോൾ കേൾക്കാൻ സാധിക്കും. എന്ന് വെച്ചാല് എന്റെ വയറെന്ത് ചെയ്യാണ്? വിശന്നിട്ട് പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് വളരെ ഉച്ചത്തിലായതുകൊണ്ട് ഒരുപക്ഷെ രാജാവിന് പോലും അത് കേൾക്കാൻ സാധിക്കും.
I have been feeding myself. ഞാൻ സ്വയം കഴിക്കരുത് with the dreams. ഞാൻ സ്വപ്നമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ്? of good food and drink at your royal table. നിങ്ങളുടെ റോയൽ ടേബിളിലെ രാജകീയമായ മേശയിലെ എന്താണ് ഫുഡ് കഴിക്കുന്നത്, ഫുഡ് ആൻഡ് ഡ്രിങ്ക് അല്ലെ, ആഹാരവും പാനീയങ്ങളും കഴിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടാണ് എന്റെ വിശപ്പ് അടക്കുന്നത് അല്ലെ. അപ്പൊ ഓരോ നിമിഷവും എനിക്ക് വിശന്ന് എന്റെ വയറ് ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ സ്വപ്നം കാണും, ഡ്രീം ചെയ്യും. എന്താണ്? നിങ്ങളുടെ രാജകീയമായ മേശയിലെ ഇരുന്നു കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഫുഡും അതുപോലെ തന്നെ ഡ്രിങ്ക്സും പാനീയങ്ങളും ഒക്കെ കഴിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ സംതൃപ്തി, പെർഹാപ്സ് എന്ന് വെച്ചാൽ ഒരു പക്ഷേ. സാറ്റിസ്ഫാക്ഷനിലേക്ക് നമ്മൾ എത്തിയില്ല അല്ലെ. അത് അടുത്ത പാരഗ്രാഫിലാണ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പറയുന്നത്. The Archduke smiled and said, "Well, my dear fellow, you will certainly have something more solid than dreams to feed on. But where is your donkey?" The Archduke smiled and said, ഡ്യൂക്ക് എന്ത് ചെയ്തു? രാജാവ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ പ്രഭു എന്ത് ചെയ്തു? പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു, "Well, my dear fellow, you will certainly have something more solid than dreams to feed on." അല്ലെ, to feed on കഴിക്കാൻ, you will get something more solid than dreams. നീ സ്വപ്നം കണ്ടതിനേക്കാൾ സോളിഡ് ആയിട്ടുള്ള, സ്വപ്നം കണ്ടതിനേക്കാൾ സോളിഡ് എന്ന് വെച്ചാൽ കട്ടിയുള്ളത് എന്നാണ് കേട്ടോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സോളിഡ് ആയിട്ടുള്ള, അതായത് സ്വപ്നം കണ്ടതിനേക്കാൾ വലുത് എന്നെടുക്കാം അല്ലെ. അപ്പൊ എന്താണ്? നീ സ്വപ്നം കണ്ടതിനേക്കാൾ കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി കട്ടിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വലുതായിട്ടുള്ള സാധനങ്ങൾ നിനക്ക് എന്ത് ചെയ്യാം? ഞാൻ കഴിക്കാൻ തരാം. ബട്ട് വേർ ഈസ് യുവർ ഡോങ്കി? പക്ഷെ നിന്റെ ഡോങ്കി എവിടെ? നിന്റെ കഴുത എവിടെയെന്ന് ചോദിച്ചു. I left him outside opposite the palace. I shall be most grateful if Jeff is looked after. He needs a little fodder and lodging at night, said he. അല്ലെ, എന്താണ്? I left him outside. ഞാൻ അവനെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ദ പാലസ്, പാലസിന്റെ ഓപ്പോസിറ്റ് അല്ലെ, കൊട്ടാരത്തിന് എതിർഭാഗത്തായി ഞാൻ അവനെ നിർത്തിയിരിക്കുകയാണ്. I shall be most grateful. ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഗ്രേറ്റ്ഫുൾ എന്ന് വെച്ചാൽ എന്താണ്? നന്ദിയുള്ളവൻ, കൃതജ്ഞതയുള്ളവൻ അല്ലെ. അപ്പൊ ഞാൻ വളരെ നന്ദിയുള്ളവനായിരിക്കും. എങ്ങനെയാണെങ്കിൽ if Jeff is looked after അല്ലെ, ജെഫിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുകയാണെങ്കിൽ. എന്താ ലുക്ക് ആഫ്റ്റർ? ഫ്രേസൽ വെർബാണ്. ലുക്ക് ആഫ്റ്റർ, ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ സംരക്ഷിക്കുക എന്നാണ് അർത്ഥം. സംരക്ഷിക്കുക. ഓക്കെ, അപ്പോഴെന്താണ്? ഇഫ് ജെഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ അല്ലെ, എന്താണ്? ജെഫിനെ നിങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ ഐ ഷാൾ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ടു യു അല്ലെ, ഞാൻ നിങ്ങളോട് വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ലോഡ്ജിങ് പറയാം, ലോഡ്ജിങ് പറയാം. അടുത്ത സെന്റൻസ് ആണ്, ഹി നീഡ്സ് എ ലിറ്റിൽ ഫോഡർ. അവൻ എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? ഹി നീഡ്സ് എ ലിറ്റിൽ ഫോഡർ, കുറച്ച് ഫോഡർ. ഫോഡർ എന്ന് വെച്ചാൽ കന്നുകാലികൾക്ക് കൊടുക്കുന്ന തീറ്റയാണ് അല്ലെ. അപ്പൊ കഴുതയ്ക്ക് കുറച്ച് തീറ്റയും വേണം. ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ്, രാത്രി കിടക്കാൻ ഒരു ഇടം, അതിനാണ് ലോഡ്ജ്. നമ്മൾ കേട്ടിട്ടില്ലേ ലോഡ്ജ്? താമസിക്കുന്ന സ്ഥലം, അതാണ് അല്ലെ. അപ്പൊ എന്താണ്? രാത്രി കിടക്കാൻ ഒരു ഇടവും അതുപോലെ തന്നെ എന്താണ്? കുറച്ച് ഫോഡറും. ഫോഡർ എന്ന് വെച്ചാൽ എന്താണ്? തീറ്റ അല്ലെ. കുറച്ച് തീറ്റയും കിട്ടിയാൽ മാത്രം മതി. ഇത് നിങ്ങൾ അവന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും, വളരെ നന്ദിയുള്ളവനായിരിക്കും. The Archduke immediately ordered the donkey to be taken care of and added, "Treat it like one of my own animals." എന്താ പറയാ? The Archduke immediately ordered. Archduke എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ് ആയിട്ട്, വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഓർഡർ ഇട്ടു, ആജ്ഞാപിച്ചു. The donkey to be taken care of അല്ലെ, ആ ഡോഗിയെ ടേക്ക് കെയർ ചെയ്യണമെന്ന്, സംരക്ഷിക്കണമെന്ന്, സൂക്ഷിക്കണമെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇമ്മീഡിയറ്റ് മീൻസ് വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ഇട്ടു അല്ലെ. എന്നിട്ടോ ആൻഡ് ഹി ആഡഡ്, അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുക? വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്, എന്റെ സ്വന്തം മൃഗങ്ങളിൽ ഒന്നിനെ പോലെ അതിനെ ട്രീറ്റ് ചെയ്യുക, അതിനെ പരിചരിക്കുക എന്നാണ് അല്ലെ. അപ്പോ ആ ഡോങ്കിയെ നിങ്ങൾ സംരക്ഷിക്കുക, ആ ഡോങ്കിയെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുക, എന്റെ മൃഗങ്ങളിൽ ഒരെണ്ണത്തെ പോലെ അതിനെ ട്രീറ്റ് ചെയ്യുക, അതിനെ പരിചരിക്കുക എന്ന് രാജാവ് ഉടനെ തന്നെ എന്ത് ചെയ്തു? ഓർഡർ അല്ലെ. Before long, supper was served, and it was like a wedding feast. The tables were loaded with every kind of food and drink. Wine flowed like water. The courtiers stuffed themselves with the choicest dishes.
The Archduke made Tile eat and drink until his stomach was about to burst. The Archduke too ate heartily. His face was flushed with the drink, but he seemed lost in thought. He suddenly looked up and said loudly, "Our court painter must paint our portrait, so that we will have the satisfaction of leaving our memory to our descendants. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. It is sad to think of death. We do not know when God will think to fit summon us, but our portrait should be painted." ലോഡെന്ന് പറയാൻ സപ്പറ കാര്യമില്ല. സപ്പറ എന്ന് വെച്ചാൽ അത്താണ്, ആഹാരം. ബിഫോർ ലോങ്, അധികം വൈകാതെ, ബിഫോർ ലോങ് ദ സപ്പർ വാസ് സെർവ്ഡ്. അല്ലെ, എന്താണ് സപ്പർ? സെർവ് ചെയ്തു, അല്ലെ, ആഹാരം വിള. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. അത് എന്തുപോലെയായിരുന്നു? ഒരു വെഡിങ് ഫീസ്റ്റ് പോലെയായിരുന്നു. എന്താ വെഡിങ് ഫീസ്റ്റ്? ഫീസ്റ്റ് എന്ന് വെച്ചാൽ സദ്യ, വെഡിങ് ഫീസ്റ്റ് എന്ന് വെച്ചാൽ വിവാഹ സദ്യ, അല്ലെ, ഒരു വിവാഹ സദ്യ പോലെയായിരുന്നു. ദ ടേബിൾസ് വെയർ ലോഡഡ്. ടേബിളുകളെല്ലാം ഇത് ലോഡ് ചെയ്തു, നിറഞ്ഞു. വിത്ത് എവറി കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. എല്ലാ തരത്തിലുമുള്ള, അല്ലെ, എല്ലാ തരത്തിലുമുള്ള ഫുഡ് ആൻഡ് ഡ്രിങ്ക്, അല്ലെ, ആഹാരവും പാനീയങ്ങളും കൊണ്ട് ടേബിൾ മുഴുവൻ ലോഡായി എന്ന് വെച്ചാൽ നിറഞ്ഞു, അല്ലെ. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ. വൈൻ എന്ത് ചെയ്തു? വീഞ്ഞ് ഫ്ലോഡ് ലൈക്ക് വാട്ടർ, വാട്ടർ പോലെ ഫ്ലോ ചെയ്തു, അല്ലെ, എന്താണ് വെള്ളം പോലെ ഒഴുകി. അപ്പൊ വൈൻ ഇങ്ങനെ ഒഴുകാണ്, ധാരാളമായിട്ട് അവർ വൈൻ സെർവ് ചെയ്യണമെന്നാണ്, അല്ലെ. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ. ദ കോർട്ടിയേഴ്സ് സ്റ്റഫ്ഡ് ദംസെൽസ് വിത്ത് ദ ചോയ്സസ്റ്റ് ഡിഷസ്. അല്ലെ, എന്ത് ചെയ്തു? കോർട്ടിയേഴ്സ് എല്ലാവരും എന്താണ് ചോയ്സസ്റ്റ്, ഏറ്റവും അവർ തിരഞ്ഞെടുത്ത ഡിഷുകൾ കൊണ്ടുവന്ന് സ്റ്റഫ് ചെയ്യാണ്, നിറയ്ക്കുകയാണ്, അല്ലെ. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കോർട്ടിയേഴ്സ്, കൊട്ടാരവാസികൾ എല്ലാവരും എന്ത് ചെയ്യാണ്? കൊണ്ടുവന്ന് ടേബിളിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്യാണ്, നിറയ്ക്കുകയാണ്, അല്ലെ. എന്നിട്ടോ the Archduke made Tile eat and drink until his stomach was about to burst. The Archduke made Tile eat and drink. Archduke എന്ത് ചെയ്തു? അവനെ തീറ്റുകയും കുടിപ്പിക്കുകയും ചെയ്തു. Until എന്ന് വെച്ചാൽ വരെ. His stomach was about to burst. അല്ലെ, അവന്റെ സ്റ്റൊമക്ക്, അവന്റെ വയറ് ബേസ്റ്റ് ആകുന്നത് വരെ, പൊട്ടുന്നത് വരെ എന്ന് വെച്ചാൽ വയറ് നിറച്ച് കഴിച്ചു എന്നർത്ഥം, അല്ലെ. അപ്പൊ എന്താണ്? അവന്റെ വയറ് നിറഞ്ഞ് പൊട്ടുന്നത് വരെയും എന്ത് ചെയ്തു? അവനെ കൊണ്ട് കഴിപ്പിച്ചു. എന്ന് വെച്ചാൽ വയറ് പൊട്ടിപ്പോയി എന്നല്ല, എന്താണ് അർത്ഥം? വയറ് നിറയെ അവന് എന്ത് ചെയ്തു? ആഹാരവും അതുപോലെ തന്നെ ഡ്രിങ്ക്സും നൽകി. The Archduke too ate heartily. അല്ലെ, ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? ടു ate, അല്ലെ, കഴിച്ചു. ഹാർട്ട്ലി, വളരെ സന്തോഷത്തോടുകൂടി. ഹാർട്ട്ലി എന്ന് വെച്ചാൽ ഹൃദയപൂർവ്വം എന്നൊക്കെയാണ് അർത്ഥം, പക്ഷെ നമുക്ക് സന്തോഷത്തോട് എന്നെടുക്കാം. വളരെ സന്തോഷത്തോടുകൂടി ആർച്ച്ഡ്യൂക്കും കഴിച്ചു. പിന്നെയോ his face was flushed with drink. അയാളുടെ മുഖം ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്, അല്ലെ, ഈ വൈൻ ഇങ്ങനെ ഒരുപാട് കുടിച്ചത് കൊണ്ട് തന്നെ തുടുത്തിരുന്നു, അല്ലെ, ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്. ബട്ട് ഹി സീംഡ് ലോസ്റ്റ് ഇൻ തോട്ട്. പക്ഷെ അയാൾ എന്താണ്? സീംഡ് ലോസ്റ്റ് ഇൻ തോട്ട്. സീം എന്ന് വെച്ചാൽ കാണപ്പെടുക എന്നാണ്. സീംഡ് കാണപ്പെട്ടു. ലോസ്റ്റ് ഇൻ തോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ചിന്തയിൽ മുഴുകിയിരിക്കുന്നവനായി കാണപ്പെട്ടു എന്നാണ്, അല്ലെ. അപ്പോ അദ്ദേഹം വൈനൊക്കെ ഒരുപാട് കുടിച്ചിട്ട് ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ലോസ്റ്റ് ഇൻ തോട്ട്സ് എന്ന് വെച്ചാൽ ചിന്തയിൽ മുഴുകിയിരിക്കുക, അല്ലെ. അദ്ദേഹം ചിന്തയിൽ മുഴുകിയിരിക്കുന്നതായി കാണപ്പെട്ടു. He suddenly looked up and said loudly. എന്നിട്ടോ he suddenly looked up. പെട്ടെന്ന്. ഫ്ലഷ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? തുടുത്തിരിക്കുക, ചുവന്ന് തുടുത്തിരിക്കുക എന്നല്ല പറയും, അങ്ങനെയാണ് ഫ്ലഷ്ഡ്. He suddenly looked up. ഇയാൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? നോക്കി. And said loudly. എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞു, our court painter must paint our portrait. Our court painter, നമ്മുടെ കൊട്ടാരം ചിത്രകാരൻ, must paint our portrait. നമ്മുടെ ഒരു പോർട്രേറ്റ്, നമ്മുടെ ഒരു ചിത്രം പെയിന്റ് ചെയ്തിരിക്കണം. അപ്പൊ നീ എന്റെ എന്താണ്? കോട്ട് പെയിന്റർ ആയല്ലോ, ഇനി നീ എന്ത് ചെയ്യുക? നീ എന്റെ ഒരു ചിത്രം പെയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സോ ദാറ്റ്, എന്നാൽ മാത്രമേ we will have the satisfaction, എനിക്ക് എന്തുണ്ടാവുള്ളൂ? സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി, അല്ലെ, സംതൃപ്തി ഉണ്ടാവുള്ളൂ. ഓഫ് ലീവിംഗ് അവർ മെമ്മറി ടു അവർ ഡിസെൻഡൻസ്, അല്ലെ, ഓഫ് ലീവിംഗ് അവർ മെമ്മറി, എന്റെ മെമ്മറി, എന്റെ ഓർമ്മകൾ ലീവ് ചെയ്യുന്നു, അല്ലെ, അവശേഷിപ്പിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ട്? ഫോർ അവർ ഡിസെൻഡൻസ്. ഡിസെൻഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? പിൻഗാമി എന്നാണ് അർത്ഥം, ഒരാൾക്ക് ശേഷം വരുന്നതാണ്, അല്ലെ. അപ്പൊ എന്താ? രാജാവ്, ഇനി അടുത്ത രാജാവിന്റെ എന്തുണ്ട്? പിന്മുറക്കാരുണ്ട്, അല്ലെ. അപ്പോ രാജാവിന്റെ പിന്മുറക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഡിസെൻഡൻസിന് വേണ്ടിയിട്ട്, പിന്മുറക്കാർക്ക് വേണ്ടിയിട്ട് എന്ത്? മെമ്മറി, അല്ലെ, ഇദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇവിടെ അവശേഷിപ്പിച്ചു എന്നുള്ളൊരു സംതൃപ്തി അദ്ദേഹത്തിന് ഉണ്ടാകും, അല്ലെ. അപ്പൊ ഇപ്പൊ രാജാവിന്റെ ഒരു ചിത്രം അവിടെ ഉണ്ടെങ്കിൽ
പിന്നീട് വരുന്ന തലമുറ എന്ത് ചെയ്യും? ഈ രാജാവിനെ ഓർക്കും. ആ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം വരയ്ക്കണമെന്ന് രാജാവ് ആഗ്രഹിക്കും. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. എന്നിട്ട് പറയാം, we too have to take our place in history. എനിക്കും എന്ത് വേണം? ഹിസ്റ്ററിയിൽ, ചരിത്രത്തിൽ എന്റേതായിട്ടുള്ള സ്ഥാനം ഉണ്ടായിരിക്കണം. We too have to take our place in history along with our noble ancestors. ആർക്കൊപ്പം? along എന്ന് വെച്ചാൽ ഒപ്പം. ആർക്കൊപ്പം? our noble ancestors. എന്റെ മഹത്തായ ആൻസസ്റ്റേഴ്സിനോടൊപ്പം. ആൻസസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? ആൻസസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ മുൻഗാമികൾ, മുന്നേ പോയവർ അല്ലെ. മുൻഗാമിയുമുണ്ട്, പിൻഗാമിയുമുണ്ട്. ഇപ്പോ ഇദ്ദേഹത്തിന് മുന്നേ വന്നവരെല്ലാം അദ്ദേഹത്തിന്റെ മുൻഗാമികളാണ്, ആൻസസ്റ്റേഴ്സ് ആണ് അല്ലെ, മുൻപേ സഞ്ചരിച്ചവർ അല്ലെ. നോബിൾ എന്ന് വെച്ചാൽ മഹത്തായ, നോബിൾ ആൻസസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ മഹത്തായ മുൻഗാമികൾ. ഈ രാജാവിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന രാജാക്കന്മാർ, അവരെയാണ് ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മഹത്തായ ആൻസസ്റ്റേഴ്സിനോടൊപ്പം എനിക്കും എന്ത് ചെയ്യണം? ചരിത്രത്തിൽ ഇടം പിടിക്കണം. അതിന് എന്റെ കോട്ട് പെയിന്റർ എന്ത് ചെയ്യട്ടെ? എന്റെ ഒരു ചിത്രം വരയ്ക്കണം എന്ന് പറയും. എന്നിട്ട് പറയാം, നോബിൾ ആൻസസ്റ്റേഴ്സ് ഹൂസ് പോർട്രേറ്റ്സ്, അവരുടെ പെയിന്റിങ്സ് അഡോൺ. അഡോൺ എന്ന് വെച്ചാൽ അലങ്കരിക്കുക. ഓക്കെ, അലങ്കരിക്കുക. അഡോൺ ദീസ് വാൾസ്, ഈ ഭിത്തികളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? എന്റെ ആൻസസ്റ്റേഴ്സിന്റെ, എന്റെ മുൻഗാമികളുടെ ചിത്രങ്ങൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ വാൾസിൽ ആരുടെ ചിത്രവും ഉണ്ടായിരിക്കണം? എന്റെ ചിത്രവും ഉണ്ടായിരിക്കണം എന്ന് രാജാവ്. എന്നിട്ട് അദ്ദേഹം പറയാ, ഇറ്റ് ഈസ് സാഡ്, ഇത് സങ്കടകരമാണ്, ടു തിങ്ക് ഓഫ് ഡെത്ത്, മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ സങ്കടകരമാണ്. വി ഡു നോട്ട് നോ, നമുക്കറിയില്ല. when God will think fit to summon us, അല്ലെ, when God will think, ദൈവം എപ്പോഴാണ് ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? summon us, നമ്മളെ വിളിക്കാൻ അല്ലെ. അപ്പൊ ദൈവം എപ്പോഴാണ് നമ്മളെ ഒന്ന് വിളിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവം എപ്പോഴാണ് നമ്മളെ തിരിച്ചു വിളിക്കുന്നത്, അതായത് നമ്മൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്കൊരിക്കലും അറിയില്ല. പക്ഷേ അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിന്റഡ്, നമ്മുടെ പോർട്രേറ്റ് എന്ത് ചെയ്യാനും വരച്ചു വെച്ചത് അല്ലെ. അപ്പൊ അത് ലേറ്റാക്കാൻ പറ്റില്ല, കാരണം ഇപ്പോഴാണെങ്കിൽ ഒരു പോർട്ട് പെയിന്റർ ഉണ്ട്. നമ്മൾ എപ്പോ മരിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴേ വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമ്മൾ മരിച്ചതിന് ശേഷം ഈ പെയിന്റ് ഇങ്ങി ഇവിടെ വെച്ച് എന്ത് ചെയ്യാം? ഭാവിയിൽ വരും തലമുറയ്ക്ക് ഇതൊക്കെ കണ്ട് നമ്മുടെ ഓർമ്മകൾ സൂക്ഷിക്കാം. ഓക്കെ, Time quickly replied. പോർട്രേറ്റ് എന്ന് വെച്ചാൽ ചിത്രം, സമ്മൺ എന്ന് വെച്ചാൽ വിളിപ്പിക്കുക. ദൈവം നമ്മളെ വിളിക്കുക എന്നത്, ഗോഡ് സമ്മൺ അസ്, ദൈവം നമ്മളെ വിളിക്കുന്നത് വെച്ചാൽ നമ്മൾ മരിക്കും. ഇവിടെ സമ്മൺ വിളിപ്പിക്കുകയാണ്, പക്ഷെ ദൈവം വിളിച്ചത് ഉദ്ദേശിക്കുന്നത് എന്താണ്? മരിച്ചത്. പിന്നെന്തെങ്കിലും ഡൗട്ട്? പോർട്രേറ്റ് എന്ന് വെച്ചാൽ ചിത്രമാണ് അല്ലേ? Child quickly replied. Child വളരെ വേഗത്തിൽ തന്നെ മറുപടി പറഞ്ഞു. Your lordship's slightest wish is to me command. ലോർഡ്ഷിപ്പിന്റെ എന്ന് വെച്ചാൽ എന്താണ്? രാജാവിന്റെ സ്ലൈറ്റസ്റ്റ് വിഷ്, ഏറ്റവും ചെറിയൊരു വിഷ് പോലും. സ്ലൈറ്റസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറുത് എന്നാണ് അർത്ഥം. ഏറ്റവും ചെറിയൊരു വിഷ് പോലും, ഒരു ആഗ്രഹം പോലും, ടു മീ, എനിക്ക് കമാൻഡ് ആണ്, ആജ്ഞയാണ് അല്ലെ. അപ്പൊ രാജാവ് എന്നോടൊരു ചെറിയ ആഗ്രഹം പറഞ്ഞാൽ പോലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതൊരു കമാൻഡ് ആണ്, ഒരു ആജ്ഞയാണ് എന്ന് പറഞ്ഞു. ഓൾ ദ സെയിം, എന്നാൽ അതേ സമയം എന്താണ്? ഐ ഡു ഫീൽ റാദർ അൺഹാപ്പി, എനിക്ക് കുറച്ച് അൺഹാപ്പി എന്ന് വെച്ചാൽ സന്തോഷമില്ലായ്മ ഫീൽ ചെയ്യുന്നു. about painting your lordship all by yourself, അല്ലെ, നിങ്ങളെ മാത്രമായി, ലോർഡ്ഷിപ്പിനെ മാത്രമായി എന്ത് ചെയ്യുന്നതിൽ, പെയിന്റ് ചെയ്യുന്നതിൽ എന്താണ്? ഞാൻ അൺഹാപ്പിയാണ് അല്ലെ. ഐ ഫെൽറ്റ് റാദർ അൺഹാപ്പി, കുറച്ചുകൂടി സങ്കടം, റാദർ കുറച്ചുകൂടി സങ്കടം അല്ലെ. അപ്പൊ എന്താണ്? ഞാൻ കുറച്ചുകൂടി എന്താണ്? അൺഹാപ്പിയാണ് അല്ലെ, സങ്കടത്തിലാണ് എന്ന്. എന്നിട്ട് പറയാം, about your lordship all yourself, അല്ലെ, നിങ്ങളെ മാത്രമായി വരയ്ക്കുന്നതിൽ, അല്ലെ, നിങ്ങളെ മാത്രമായി വരയ്ക്കുന്നത്, അതായത് നിങ്ങളെ മാത്രമായി ചിത്രം വരയ്ക്കുന്നതിൽ ഞാൻ കുറച്ച് എന്താണ്? അൺഹാപ്പിയാണ്. Is it not terrible? ഇത് വളരെ ടെറിബിൾ അല്ലേ, ഭയാനകമല്ലേ? To think of your lordship being lonely for ever and ever, എവർ ആൻഡ് എവർ, എന്നേക്കുമായി നിങ്ങൾ ലോൺലി ആയി പോകുന്നത്.
ഒറ്റയ്ക്കായി പോകുന്നത് ടെറിബിൾ, ഭയാനകമല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും നാളെ മരിക്കുമ്പോൾ നിങ്ങളുടെ ചിത്രം ഒറ്റയ്ക്കല്ലേ, ആ ചിത്രത്തിൽ നിങ്ങൾ മാത്രമേ അല്ലേ ഉള്ളൂ. അപ്പൊ എന്നേക്കും നിങ്ങളെ ഒറ്റയ്ക്കാക്കുന്നത് ഭയാനകം, ടെറിബിൾ എന്ന് വെച്ചാൽ ഭയാനകം അല്ലെ എന്നാണ്. Don't you think, ladies and gentlemen, നിങ്ങൾ അങ്ങനെ കരുതുന്നില്ലേ ladies and gentlemen, that His Highness should be accompanied at least by Her Highness, Her ladies, the noble generals and the captains who adorn this court? അല്ലെ എന്നിട്ട് ചോദിക്കാണ്, Don't you think, ladies and gentlemen, നിങ്ങൾ കരുതുന്നില്ലേ ladies and gentlemen, that His Highness should be accompanied at least by Her Highness? അല്ലെ accompanied എന്ന് വെച്ചാൽ കൂടെ ചേരുക അല്ലെ. അപ്പൊ എന്താണ്, ഹിസ് ഹൈനസിന്റെ കൂടെ, രാജാവിന്റെ കൂടെ ഹെർ ഹൈനസ് ഉണ്ടായിരിക്കണ്ടേ, രാജ്ഞി ഉണ്ടായിരിക്കണ്ടേ അല്ലെ. ആൻഡ് ഹെർ ലേഡീസ്, അവരുടെ തോഴിമാരുണ്ടായിരിക്കണ്ടേ. ദ നോബിൾ ജനറൽസ് ആൻഡ് ക്യാപ്റ്റൻസ്, അതുപോലെ തന്നെ എന്താണ് നോബിൾ ജനറൽസ് ആൻഡ് ക്യാപ്റ്റൻസ്, മഹാന്മാരായിട്ടുള്ള ജനറൽസും ക്യാപ്റ്റൻസും ഉണ്ടായിരിക്കണ്ടേ. അപ്പൊ രാജാവിന്റെ ചിത്രം വരയ്ക്കുമ്പോൾ രാജാവിന്റെ കൂടെ രാജ്ഞി വേണ്ടേ, രാജ്ഞിയുടെ തോഴിമാര് വേണ്ടേ, രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് നോബിൾ ജനറൽസും ക്യാപ്റ്റന്മാരും ഒക്കെ വേണ്ടേ എന്ന് ചോദിച്ചു. ഹു അഡോൺ ദിസ് കോർട്ട്, അവരെല്ലാവരും ഈ കോർട്ടിനെ അലങ്കരിക്കുന്നവരല്ലേ അല്ലെ, അവരെല്ലാവരും. അപ്പോ രാജ്ഞിയും രാജ്ഞിയുടെ തോഴിമാരും നോബിൾ ജനറൽസും ഇവരെല്ലാവരും എന്ത് ചെയ്യാണ്, ഈ കോർട്ടിനെ അലങ്കരിക്കുന്നവരാണ്. വാലർ എന്ന് വെച്ചാൽ ധൈര്യം, എന്താണ്, അലങ്കരിക്കുന്നവരാണ് അല്ലെ. അപ്പോ ഇവരെന്ത് ചെയ്യണ്ടേ, ഇവര് കൂടി രാജാവിനോടൊപ്പം വേണ്ടേ എന്നാണ് ചോദിച്ചത്. കേട്ടോ, എ കോർട്ട് ലൈക്ക് ദിസ്, ഇതുപോലൊരു കൊട്ടാരം, has few rivals in splendor അല്ലെ, മനോഹരമായിട്ടുള്ള കുറച്ച് റൈവൽസ് അല്ലെ. റൈവൽസ് എന്ന് വെച്ചാൽ എന്താണ്, യുദ്ധങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട് അല്ലെ. ലവ്ലിനെസ് ആൻഡ് ഷിവാൾറി, അതുപോലെ തന്നെ എന്താണ് ലവ്ലിനെസ്, സ്നേഹമുണ്ട്. ഷിവാൾറി, ഷിവാൾറി എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഈ പോരാളികളാണ് അല്ലെ, പോരാളികൾ നടത്തുന്ന പോരാട്ടങ്ങൾ അല്ലെ, ഷിവാൾറി. ഇൻ ദിസ് മിഡ്സ്റ്റ് ഓഫ് സച്ച് വാലർ ആൻഡ് ബ്യൂട്ടി അല്ലെ. അപ്പൊ ഇൻ ദിസ് മിഡ്സ്റ്റ് എന്ന് വെച്ചാൽ മധ്യത്തിൽ, ഓഫ് സച്ച് വാലർ ആൻഡ് ബ്യൂട്ടി അല്ലെ, ആ വാലറിന്റെയും ധൈര്യത്തിന്റെയും ബ്യൂട്ടി അതുപോലെ തന്നെ എന്താണ് മനോഹാരിതയുടെയും മധ്യത്തിൽ എന്ത് ചെയ്യുക, I will make my lord and lady shine forth like the moon surrounded by lanterns. ലാന്റേൺസ് എന്ന് വെച്ചാൽ എന്താണ്, വിളക്കുകൾ അല്ലെ, റാന്തൽ എന്നൊക്കെ പറയും. അപ്പൊ റാന്തലിന്റെ മധ്യത്ത് എന്ത്, മൂൺ ഇരിക്കുന്നത് പോലെ, ചന്ദ്രൻ ഇരിക്കുന്നത് പോലെ ഞാൻ എന്റെ രാജാവിനെയും രാജ്ഞിയെയും ഷൈൻ ചെയ്യിച്ചു നിർത്തും, തിളക്കി നിർത്തും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ കുറെ കോർട്ടിയേഴ്സ് കാണും, അതായത് കൊട്ടാരവാസികൾ കാണും. ആ കൊട്ടാരവാസികളെല്ലാം ഇവിടെ എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്, ലാന്റേൺസ്, കുറെ വിളക്കുകളുടെ മധ്യത്തിൽ ഒരു ചന്ദ്രൻ ഇരിക്കുന്നത് പോലെ ആര്, രാജാവും രാജ്ഞിയെയും ഇരുത്തിക്കൊണ്ട്, അതായത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ അല്ലെ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, ഒരു സിംഗിൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞത്, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇപ്പൊ രാജാവ് പറഞ്ഞ രാജാവിന്റെ മാത്രം ചിത്രം വരച്ചാൽ മതിയെന്നാണ്. അപ്പൊ ഇതേ പറയാണ്, പോരാ, നമുക്കിവിടെ എന്താണ് അഭിമാനിക്കാൻ വേണ്ടിയിട്ട് കുറെ എന്തുണ്ട്, മഹത്തരമായിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒപ്പം ഇരുന്നു കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ചിത്രം എന്ത് രാജാവ് എടുക്കാൻ അല്ലെ, വരയ്ക്കാൻ എന്നതാണ്. ഓക്കെ, അതുവരെയാണ് 6ാമത്തെ പാരഗ്രാഫ്. അപ്പോ 6 പാരഗ്രാഫ് വരെ നമ്മൾ പറഞ്ഞു. അതിന്റെ സൈഡിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, അതെല്ലാം നോക്കി എല്ലാത്തിന്റെയും ആൻസർ ഈ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്. നോട്ട്ബുക്ക് എടുത്തിട്ട് അതെല്ലാം എഴുതി വെക്കണം. ഓക്കെ, ബാക്കി അല്ലാത്ത ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്ന മറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ നിന്ന് എഴുതി അയക്കും, അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചാൽ. ഓക്കെ.